ശങ്കർ എന്നറിയപ്പെട്ടിരുന്ന കേശവശങ്കരപ്പിള്ള, പ്രമുഖ കാർട്ടൂണിസ്റ്റായ മലയാളി. കുട്ടികളോടുള്ള ഇഷ്ടം കൂടി 1957 ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് ആരംഭിച്ചു. ട്രസ്റ്റിന്റെ മത്സരങ്ങളിൽ വിജയിക്കുന്ന കുട്ടികൾക്ക് സമ്മാനമായി നൽകാൻ ഹംഗേറിയൻ സ്ഥാനപതി ഒരു പാവയെ ശങ്കറിന് നൽകി. പക്ഷേ ആ പാവയുടെ ഭംഗിയിൽ ആകൃഷ്ടനായ ശങ്കർ പാവയെ കുട്ടികൾക്ക് കൊടുത്തില്ല. മാത്രമല്ല, സ്ഥാനപതിയെ വിവരം അറിയിക്കുകയും സൂക്ഷിച്ചു വെക്കാൻ സമ്മതം വാങ്ങുകയും ചെയ്തു. അതൊരു തുടക്കമായിരുന്നു. പിന്നീട് പ്രധാനമന്ത്രിക്കൊപ്പം വിദേശ രാജ്യങ്ങളിൽ പോകുന്ന മാധ്യമ സുഹൃത്തുക്കൾ അദ്ദേഹത്തിന് വൈവിധ്യമുള്ള പാവകളെ സമ്മാനിച്ചു. അങ്ങനെ പാവകളുടെ എണ്ണവും വൈവിധ്യവും കൂടിക്കൂടി വന്നു. ശങ്കറിന്റെ പാവപ്രേമം നെഹ്റു അറിഞ്ഞു. അദ്ദേഹവും ഇന്ദിരാഗാന്ധിയും പ്രോത്സാഹനം നൽകി. മാത്രമല്ല, ഒരു പാവ മ്യൂസിയം ആരംഭിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. 1965 അങ്ങനെ അദ്ദേഹം പാവ മ്യൂസിയത്തിന് തുടക്കം കുറിച്ചു. ഇന്ന് 85 രാജ്യങ്ങളിലെ 7000-ത്തിലുമധികം പാവകൾ ഇവിടെയുണ്ട്. ലോകത്തെ മികച്ച പാവ മ്യൂസിയങ്ങളിൽ ഒന്നാണ് ഡൽഹിയിലെ ഈ അന്തർദേശീയ പാവ മ്യൂസിയം. ഒരു ചെറു കൗതുകം പിന്നീട് ലോകത്തിന് വെളിച്ചം പകരുന്ന കാഴ്ചയായി മാറുന്നു. ഒന്നും ചെറുതല്ല. ചെറുതിലെ വലിയ കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താം, ഉൾക്കൊള്ളാം. ശുഭദിനം.